കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് പ്രകാരം ഇന്ത്യയിൽ ആധാർ കാർഡും പാസ്പോർട്ടും വോട്ടർ ഐഡിയും ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വത്തിന്റെ നിർണായകമോ അന്തിമമോ ആയ തെളിവുകളല്ല, കൺക്ലൂസീവ് പ്രൂഫ്. കാരണം ആധാർ കാർഡ് എന്നത് കേവലം ഒരു തിരിച്ചറിയൽ വിലാസരേഖ മാത്രവും പാസ്പോർട്ട് വിദേശയാത്രയ്ക്കുള്ള ഔദ്യോഗിക യാത്രാരേഖയും വോട്ടർ ഐഡി വോട്ട് ചെയ്യാനുള്ള അർഹത തെളിയിക്കുന്ന രേഖയും മാത്രമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശികൾക്കും ഇവ ലഭിക്കാമെന്നതിനാലാണ് ഇവയെ പൗരത്വത്തിന്റെ അന്തിമ രേഖയായി കണക്കാക്കാത്തത്. നിലവിൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരൊറ്റ സിറ്റിസൺഷിപ്പ് കാർഡ് ഇല്ലാത്തതിനാൽ സാഹചര്യത്തിനനുസരിച്ച് വിവിധ ഔദ്യോഗിക രേഖകളുടെ സംയോജനമാണ് പൗരത്വം തെളിയിക്കാൻ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ പ്രധാനമായും പരിഗണിക്കുന്നത് 1955 ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരമുള്ള സിറ്റിസൺഷിപ്പ് ആക്ട് 1955 രേഖകളാണ്. ഇതിൽ വ്യക്തിയുടെ ജനനത്തീയതിയും മാതാപിതാക്കളുടെ വിവരങ്ങളും വ്യക്തമാക്കുന്ന ജനന സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന രേഖയായി മാറുന്നു. ഇതുകൂടാതെ വംശപരമ്പര അടിസ്ഥാനമാക്കിയുള്ള പൗരത്വം തെളിയിക്കാൻ മാതാപിതാക്കളുടെയോ പൂർവികരുടെയോ ജനന, പൗരത്വ രേഖകളും കുടുംബബന്ധം വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഉപയോഗിക്കാം. രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നാച്ചുറലൈസേഷൻ വഴി പൗരത്വം നേടിയവർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന പൗരത്വ സർട്ടിഫിക്കറ്റ്, സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇതിന്മേലുള്ള ഏറ്റവും നിർണായക രേഖയാണ്. ഇവ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, ഹാഫ് SSLC രേഖകൾ, പഴയ ഭൂമി നികുതി റവന്യൂ രേഖകൾ, വോട്ടർ പട്ടികയിലെ പേര് എന്നിവ പൗരത്വ പരിശോധനകളിൽ അനുബന്ധ തെളിവുകളായി സ്വീകരിക്കപ്പെടാറുണ്ട്. ചുരുക്കത്തിൽ ആധാർ കാർഡും പാസ്പോർട്ടും അസാധുവാണെന്നല്ല ഇതിനർത്ഥം. മറിച്ച് പൗരത്വം തെളിയിക്കേണ്ടി വരുമ്പോൾ അവ ഒറ്റയ്ക്ക് പര്യാപ്തമല്ലെന്നും ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് പൗരത്വ അനുബന്ധ രേഖകൾ കൂടി ഒപ്പം സമർപ്പിക്കേണ്ടതുണ്ടെന്നുമാണ് നിലവിലെ ഔദ്യോഗിക വിശദീകരണം. എന്തുകൊണ്ട് ആധാറും പാസ്പോർട്ടും പൗരത്വ രേഖയല്ല? ആധാർ കാർഡ്. ആധാർ ഇത് ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവർ ഇന്ത്യൻ പൗരനാണെങ്കിലും അല്ലെങ്കിലും നൽകുന്ന ഒരു തിരിച്ചറിയൽ രേഖ, ഐഡന്റിറ്റി ആൻഡ് അഡ്രസ് പ്രൂഫ് മാത്രമാണ്. ഇന്ത്യയിൽ 182 ദിവസത്തിലധികം തുടർച്ചയായി താമസിക്കുന്ന ഒരു വിദേശിക്കും ആധാറിന് അപേക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇതിനെ പൗരത്വത്തിന്റെ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതിയും കേന്ദ്ര IT മന്ത്രാലയവും UIDAI വ്യക്തമാക്കിയിട്ടുണ്ട്. പാസ്പോർട്ട് ഇതൊരു ഔദ്യോഗിക യാത്രാരേഖ, ട്രാവൽ ഡോക്യുമെന്റ് ആണ്. ഇത് സാധാരണയായി പൗരന്മാർക്കാണ് നൽകുന്നതെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിലോ സാങ്കേതിക കാരണങ്ങളാലോ ഒരു വിദേശിക്കും ഇത് കൈവശം വരാനിടയായാൽ അത് പൗരത്വത്തിന്റെ അന്തിമ തെളിവാകില്ല. നിയമപരമായ പരിശോധനകളിൽ ഇതിന് സഹായക രേഖയുടെ പദവി മാത്രമേയുള്ളൂ. വോട്ടർ ഐഡി ഇത് വോട്ട് ചെയ്യാനുള്ള അർഹത തെളിയിക്കുന്ന രേഖയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് പൗരത്വം വേണമെങ്കിലും വോട്ടർ ID കാർഡ് മാത്രം പൗരത്വത്തിന്റെ അന്തിമ നിയമപരമായ തെളിവല്ല, കൺക്ലൂസീവ് പ്രൂഫ്. 2. പൗരത്വം നിർണയിക്കുന്ന നിയമം, സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഇന്ത്യയിൽ ഒരാൾക്ക് പൗരത്വം ലഭിക്കുന്നത് പ്രധാനമായും 4 വഴികളിലൂടെയാണ്. 1. ജനനം വഴി, ബൈ ബർത്ത്, ഇന്ത്യയിൽ ജനിച്ചവർക്ക്. 2. വംശപരമ്പര വഴി, ബൈ ഡിസെന്റ്, മാതാപിതാക്കൾ ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ട് പൗരത്വം ലഭിക്കുന്നവർ. 3. രജിസ്ട്രേഷൻ വഴി, ബൈ രജിസ്ട്രേഷൻ, നിബന്ധനകൾക്ക് വിധേയമായി രജിസ്റ്റർ ചെയ്യുന്നവർ. 4. നാച്ചുറലൈസേഷൻ വഴി, ബൈ നാച്ചുറലൈസേഷൻ, വിദേശികൾക്ക് ഇന്ത്യയിൽ ദീർഘകാലം താമസിച്ചതിനു ശേഷം നൽകുന്നത്. 3. പൗരത്വം തെളിയിക്കാൻ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ഇന്ത്യയിൽ എല്ലാവർക്കുമായി ഒരൊറ്റ പൗരത്വ കാർഡ് ഇല്ലാത്തതിനാൽ ഒരാൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് രേഖകൾ സമർപ്പിക്കേണ്ടത്. ജനന സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇന്ത്യയിൽ ജനിച്ച ഭൂരിഭാഗം സാധാരണക്കാർക്കും ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണിത്. എന്നാൽ നിങ്ങൾ ജനിച്ച വർഷമനുസരിച്ച് നിയമത്തിൽ മാറ്റങ്ങളുണ്ട്. 1987 ജനുവരി 1 മുമ്പ് ഇന്ത്യയിൽ ജനിച്ചവർക്ക് അവരുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും. മാതാപിതാക്കളുടെ പൗരത്വം നോക്കേണ്ടതില്ല. 1987 ജനുവരി 1 2004 ഡിസംബർ 3 ഇടയിൽ ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനന സർട്ടിഫിക്കറ്റിനൊപ്പം മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. 2004 ഡിസംബർ 3 ശേഷം ജനിച്ചവരാണെങ്കിൽ മാതാപിതാക്കൾ 2 പേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ പൗരനും മറ്റേയാൾ അനധികൃത കുടിയേറ്റക്കാരനാകാനും പാടില്ല. പൗരത്വ സർട്ടിഫിക്കറ്റ്, സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ വഴിയോ നാച്ചുറലൈസേഷൻ വഴിയോ പൗരത്വം നേടിയവർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ഔദ്യോഗിക സർട്ടിഫിക്കറ്റ്. ഇത് പൗരത്വത്തിന്റെ കൃത്യമായ തെളിവാണ്. മാതാപിതാക്കളുടെ രേഖകൾ. 1987 ശേഷം ജനിച്ചവർക്ക് തങ്ങളുടെ മാതാപിതാക്കൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കുന്ന പഴയ രേഖകൾ, സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, ഭൂമിയുടെ ആധാരം, പഴയ വോട്ടർ പട്ടികയിലെ പേര് എന്നിവ ആവശ്യമായി വരാം. 4. പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ആധാർ, പാസ്പോർട്ട്, വോട്ടർ ID എന്നിവ അസാധുവല്ല. ദൈനംദിന ആവശ്യങ്ങൾക്കും ബാങ്ക് അക്കൗണ്ടുകൾക്കും യാത്രകൾക്കും വോട്ട് ചെയ്യാനും ഇവ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ രാജ്യത്ത് പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു നിയമപരമായ പരിശോധനയോ ഉദാഹരണത്തിന് NRC പോലെയുള്ള പ്രക്രിയകൾ ഉണ്ടായാൽ അവിടെ പൗരത്വം തെളിയിക്കാൻ ആധാർ മാത്രം പോരാതെ വരികയും മുകളിൽ പറഞ്ഞ ജനന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ ആവശ്യമായി വരികയും ചെയ്യും.
ചുരുക്കത്തിൽ ജനന സർട്ടിഫിക്കറ്റും മാതാപിതാക്കളുടെ പൗരത്വം തെളിയിക്കുന്ന പഴയ ഔദ്യോഗിക രേഖകളുമാണ് ഇന്ത്യയിൽ പൗരത്വം തെളിയിക്കാനുള്ള ഏറ്റവും ശക്തമായ തെളിവുകൾ.